വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ സത്യഭാമയുടെ ആ പഴയ വീട്ടിലേക്ക് എല്ലാവരും ഒക്കെ എത്തുന്നുണ്ട്. ഭാമയും രാഘവൻ നായരും പിള്ളയും പിന്നെ പൊന്നിയും ശാരദാമ്മയും എല്ലാവരും ഒക്കെ ഉണ്ട്. അന്നേരം വിഷ്ണു ആണെങ്കിൽ സത്യയും കൂട്ടി എത്തുന്നുണ്ട്. അന്നേരം ശാലിനി വന്നിട്ടില്ല അതുവരെ. അന്നേരം അവിടെ പൂജയൊക്കെ കഴിയുകയാണ്. അവസാനം തിരുമേനി പറയുന്നുണ്ട്, ഇനി നിലവിളക്ക് കൊടുത്ത് അകത്തേക്ക് കയറ്റുന്ന ചടങ്ങാണ് എന്ന് പറയുമ്പോൾ ശാലിനി അവിടെ എത്തിയിട്ടില്ലല്ലോ. അന്നേരം ആ മുഹൂർത്തം കഴിയുമെന്നുള്ളത് കൊണ്ട് നിലവിളക്ക് ഇയാൾ വാങ്ങട്ടെ എന്നിങ്ങനെ ശ്യാമയെ ചൂണ്ടി തിരുമേനി പറയുന്നുണ്ട്. അതായത് അവിടുത്തെ മരുമകളാണല്ലോ ശ്യാമയും, അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് അവിടെ തീരുമാനിക്കുകയാണ്. അന്നേരം ഭാമ സന്തോഷത്തോടെ തന്നെയാണ്. ശാലിനി വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തെങ്കിലും തിരക്ക് കാരണം സമയത്ത് എത്താൻ പറ്റാത്തതായിരിക്കും എന്ന് അവിടെ കരുതുകയാണ്. അന്നേരമാണെങ്കിൽ ശ്യാമ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. ശ്യാമയ്ക്ക് സിന്ദൂരമൊക്കെ ഇട്ട് കൊടുത്തിട്ട് വിളക്കിങ്ങനെ കൊടുക്കാനായിട്ട് വരുന്ന ആ ഒരു സമയത്ത് ശാലിനിയുടെ വണ്ടി വന്ന് നിൽക്കുകയാണ്. അന്നേരം ഹായ് അമ്മ എന്നിങ്ങനെ അമ്മ വന്നു എന്നിങ്ങനെ സത്യ പറയുമ്പോൾ എല്ലാവരും നോക്കുമ്പോൾ ശാലിനി ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ഭാമയാണെങ്കിൽ ശ്യാമെ എങ്കിൽ പിന്നെ ശാലിനി വാങ്ങട്ടെ വിളക്ക്, നീ അങ്ങോട്ട് മാറി നിൽക്ക് എന്നിങ്ങനെ ഭാമ പറയുമ്പോൾ ശ്യാമയ്ക്ക് അത് അകപ്പാടെ സങ്കടമാവുന്നുണ്ട്. രോഹിത്തും അതിങ്ങനെ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് സത്യഭാമയാണെങ്കിൽ ശാലിനിയുടെ കയ്യിലേക്ക് നിലവിളക്ക് കൊടുക്കുന്നുണ്ട്. ശാലിനി അതുമായിട്ട് അകത്തേക്ക് പോവുകയും പൂജാമുറി കൊണ്ടുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ശ്യാമ ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ശ്യാമ അത് രോഹിത്തിനോട് പറയുന്നുണ്ട്, ഈ വീട്ടിൽ ഞാനും രോഹിത്തും പപ്പിമോളും ഒരു അധികപ്പറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഇങ്ങനെ സദ്യയൊക്കെ കഴിക്കുന്നതും അവിടെ വെച്ച് സദ്യയ്ക്ക് വാരി കൊടുക്കുന്നു. പപ്പി ശ്രദ്ധിക്കുന്നില്ല. പിന്നീട് മുറി കൊണ്ടുപോയി കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശ്യാമ ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അതിനുശേഷം ഭാമയാണെങ്കിൽ ശാലിനിയോട് സംസാരിക്കുന്നുണ്ട്. ശാലിനി ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. മരുമകൾ എന്നുള്ള രീതിക്ക് ആ ഒരു സ്നേഹത്തോടെ ഭാമയുടെ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ ശാലിനിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട്. വിഷ്ണുവിനും അത് കാണുമ്പോൾ ആകെ സന്തോഷമാവുന്നുണ്ട്. ശാലിനിയും സത്യയും തൻ്റെ അമ്മ അംഗീകരിക്കുന്നത് കാണുമ്പോൾ ഏറെ സന്തോഷമാവുകയാണ്. ശാരദാമ്മയ്ക്ക് ആകെപ്പാടെ അങ്ങ് ആശ്വാസമാവുകയാണ്. ശാലിനിയെക്കുറിച്ച് ഓർത്തായിരുന്നല്ലോ ശാരദാമ്മയ്ക്ക് ഇതുവരെയുള്ള ആകെ ഒരു വിഷമമൊക്കെ. പക്ഷേ ആ ഒരു വിഷമോടെ തീരുന്നുണ്ട്. പക്ഷേ ശ്യാമയിലൂടെ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അതൊക്കെ ഇനി അവിടെയുള്ള ചെറിയ ചെറിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകും. അതിന് എന്താകും എന്നുള്ളതാണ്. പക്ഷേ പപ്പിമോളോടും ഇങ്ങനെ ഒരു അകൽച്ച സത്യഭാമ കാണിക്കുമ്പോൾ ഇനി വിഷ്ണുവും ശാലിനിയും ഒക്കെ തങ്ങളുടെ മകളാണ് പപ്പി എന്നുള്ള തുറന്നു പറയാനായിട്ട് ഇനി നിർബന്ധിതമാകുമോ എന്നുള്ളതാണ്. അതിനി വേറെ ഏതെങ്കിലും ഒരു വഴിക്ക് ഇനി പപ്പി മകളാണെന്ന് അറിയുമോ എന്നുള്ളതൊക്കെയാണ്. പക്ഷെ ഇതുവരെ ഈ സുസ്മിതയും ചന്ദ്രബോസും ഒന്നും ഒരു അടക്കം പ്രശ്നങ്ങളുമായിട്ടൊന്നും എത്തുന്നില്ല. ഇനി വഴിയെ അറിയുമായിരിക്കും. ഇനി ഭാമയുടെ പെരുമാറ്റമൊക്കെ മാറുകയാണ്. ശാലിനിക്ക് വേണ്ടി എന്തും ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ഭാമ മാറുകയാണ് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.